വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പൊ ഇന്ന് എന്റെ ഡയറ്റിന്റെ 12th ഡേ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു 4 കിലോന്റെ അടുത്ത് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് ഞാൻ ചോറുണ്ണുന്നില്ല. കാരണം ഡയറ്റ് ഉള്ളതുകൊണ്ടല്ല, ബ്രൗൺ റൈസ് ഒഴിവാക്കിയുള്ള ഡയറ്റ് അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ബ്രൗൺ റൈസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റാണ്. പക്ഷെ ഇന്ന് എനിക്കൊരാഗ്രഹം ഈ റൊട്ടി കഴിക്കണം, റാഗി റൊട്ടി. ഇന്നലെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ റാഗി റൊട്ടി ഇത് ഇപ്പൊ ചൂടോടെ ഉണ്ടാക്കിയെടുത്താണ്. റാഗി റൊട്ടി ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇന്ന് എനിക്ക് ഡയറ്റിന് ഇതിന്റെ കൂടെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ എന്തൊക്കെയുണ്ടെന്ന് പറയാം. ദേ ഒരു ഫുൾ താറാമുട്ട ഞാൻ പുഴുങ്ങി വെച്ചത്. ഞാൻ രാവിലെ പുഴുങ്ങി വെച്ചിട്ട് ജിമ്മിൽ പോയത്. പിന്നെ ദേ ക്യൂക്യുംബേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയോ, പീച്ചിങ്ങയാണ്. എനിക്ക് പീച്ചിങ്ങയും ചെമ്മീനും കൂടെ കൂട്ടിയിട്ട് തോരൻ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി പോലെ ഉണക്ക ചെമ്മീൻ കൂട്ടി ഞാൻ പീച്ചിങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അമ്മോട് പറഞ്ഞിട്ട് പോയി, അമ്മ കുശുമ്പി മാക്രി ചെമ്മീൻ ഇട്ടില്ലെന്ന് വെറുതെ പീച്ചിങ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പറയാ ചെമ്മീൻ ഇടണമെങ്കിൽ വേറെ പീച്ചിങ് മേടിച്ചിട്ടുണ്ട് വരാൻ. അമ്മയ്ക്ക് ഇപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കാൻ അഹങ്കാരം അല്ലേ? പിന്നെ സാറില്ല, പീച്ചിങ് അല്ലേ. പിന്നെ പ്രോട്ടീന് കുറച്ച് ചെറുപയറുണ്ട്. ഇനി ഇലക്കറി മസ്റ്റാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതെ ചീര ഇത് അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചതാട്ടോ. താങ്ക് യു അമ്മ. അപ്പൊ നിറച്ചും ചീര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പുറമേ ഇത് അടിപൊളി പ്രോട്ടീൻ ചിക്കൻ. അപ്പം അധികം ഗ്രേവി ഒന്നും ഞാൻ എടുക്കുന്നില്ല, പീസായിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇപ്പം നോക്കിയാൽ എൻ്റെ പ്ലേറ്റ് നോക്കിയാൽ ഡയറ്റിൻ്റെ ഒരു പ്ലേറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നു. സാധാരണ കുറേ പേരുടെ വിചാരം ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പട്ടിണി കിടക്കുക എന്നാണ്. അങ്ങനെയല്ല, ഡയറ്റിന് പറഞ്ഞ് നമ്മൾ വണ്ണം കുറയ്ക്കുമ്പോൾ ഹെൽത്തി ആയിട്ടാണ് വണ്ണം കുറയ്ക്കേണ്ടത്, അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നല്ല വണ്ണം കുറയ്ക്കേണ്ടത്. അപ്പം നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പോവുകയൊക്കെ ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുകയും ചെയ്യും, പ്ലസ് നമുക്ക് ചീത്തതൊന്നും ഇല്ല. അപ്പം നമുക്കിവിടെ അല്ലാതെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തിരി ചോറുണ്ട്, പീച്ചിങ് മെഴുക്ക് വരട്ടിയുണ്ട്, കാളനുണ്ട്, പിന്നെ മത്തങ്ങയും പേർ ഇന്നലത്തെയാണ് അതിരിക്കുന്നുണ്ട്. ഉണക്കസ്രാവ് വറുത്തുണ്ട്. മകൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഉണക്കസ്രാവ് വറുത്ത് കഴിക്കണം അമ്മ. കണ്ടോ മാക്രിയമ്മ, നിങ്ങളല്ലേ പറഞ്ഞ നല്ല അമ്മയാന്ന്? കണ്ടോ ചീത്തമ്മയാണ്. പിന്നെ ഇന്നത്തെ സാമ്പാറുണ്ട്, പിന്നെ എൻ്റെ ചിക്കൻ കറി ഉണ്ട്, ചീരത്തോരനുണ്ട്. അയ്യോ ഒരു സാധനം മറന്നുപോയേ, അച്ചാറ്. ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയേക്കണം വേറൊരു സാധനമാണ്. എനിക്ക് അച്ചാറ് വേണം. ഒരിത്തിരി ഒരു 15 കാലറി കണ്ടുള്ളൂ ഇതിന്. ഒരു ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഫീലാണേ. അപ്പം നോക്കിയാൽ ഡയറ്റ് ഫുഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. ഇത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനി വിശക്കില്ല. അത്രയധികം പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് അധികം വിശക്കില്ല. അത്രയധികം പ്രോട്ടീനും എല്ലാം ഉണ്ട്. പിന്നെ ഈ റാഗി എന്ന് പറഞ്ഞ സാധനം നല്ല ഫൈബറും അയണൊക്കെ ഉള്ള സാധനമാണ്. ഇതൊക്കെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ മസ്റ്റായി കൊടുക്കണം. കുറുക്കിയിട്ടോ മറ്റേ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, റാഗി കൊഴുക്കട്ടയായിട്ടോ ദോശയായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കണം. ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ കഴിച്ച് തീർക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.